വയോധികർ വലിയ വോട്ട് ബാങ്ക് ആയി കേട്ടോ. കുറഞ്ഞ പ്രത്യുൽപാദന ശിശുമരണ നിരക്കും ഉയർന്ന ആയുർദൈർഘ്യവും മൂലം സംസ്ഥാനത്തെ ജനസംഖ്യാ പരിവർത്തനത്തിൽ നിലവിൽ യൂറോപ്പിന് സമാനമായ വാർദ്ധക്യ സമൂഹമായി മലയാളികൾ അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മൈഗ്രേഷൻ ആൻഡ് ഡെവലപ്മെന്റും ന്യൂഡൽഹി ആസ്ഥാനമായ പോപ്പുലേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയും സംയുക്തമായി നടത്തിയ പുതിയ പഠനം ഈ വസ്തുതകളെ വെളിച്ചത്ത് കൊണ്ടുവന്നത്. അതായത് സംസ്ഥാനത്തെ ജനസംഖ്യാ ഘടനയിൽ ദ്രുതഗതിയിലുള്ള പരിവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന രാഷ്ട്രീയത്തിലെ ഗതിവിഗതികളെ പോലും നിയന്ത്രിക്കുന്ന ചാലക ശക്തിയായി വയോധികർ മാറിയേക്കാമെന്നത് രാഷ്ട്രീയ പാർട്ടികളെങ്കിലും മനസ്സിൽ കരുതുന്നത് നല്ലതായിരിക്കും. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ സ്വാധീനിക്കാനായാൽ സാമൂഹിക സുരക്ഷയും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളും നേടുന്നതിനുള്ള അവരുടെ വിലപേശൽ ശേഷി വർദ്ധിക്കുന്നതിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചേക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിലിൽ എത്തി നിൽക്കെ വയോധികർ വലിയ വോട്ട് ബാങ്കായ കണക്കുകൾ സത്യം പറയട്ടെ അന്വേഷിക്കും. സംസ്ഥാനത്ത് വൃദ്ധജനങ്ങളിൽ സ്ത്രീകളുടെ എണ്ണം പുരുഷന്മാരെക്കാൾ കൂടി വരികയാണെന്ന് അറിയാമോ? ഉദാഹരണമായി 2051 60 വയസ്സിന് മുകളിലുള്ള 108.6 ലക്ഷത്തിൽ 44.8 ലക്ഷം പുരുഷന്മാരും 63.7 ലക്ഷം സ്ത്രീകളും ഉണ്ടാകും. അതായത് ഓരോ 1000 വയോധികരായ പുരുഷന്മാർക്ക് ആനുപാതികമായി 1422 വയോധികരായ സ്ത്രീകൾ ഉണ്ടാകും. 80 വയസ്സിലേറെ പ്രായമുള്ള വന്ധ്യവയോധികരിൽ ഈ നിരക്ക് 1000 പുരുഷന്മാർക്ക് 1864 സ്ത്രീകൾ എന്ന നിലയിലേക്ക് ഉയരുമെന്നാണ് കണക്ക്. കേന്ദ്ര സർക്കാരിന്റെ സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റത്തിന്റെ 2019-23 കണക്കുകൾ പ്രകാരം സംസ്ഥാനത്തെ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ ശരാശരി 6.5 വർഷം അധികം ജീവിക്കുന്നു. അതായത് സ്ത്രീകൾ ശരാശരി 78.4 വയസ്സുവരെയും പുരുഷന്മാർ 71.9 വയസ്സുവരെയും മാത്രമേ ജീവിക്കുന്നുള്ളൂ. ആയുർദൈർഘ്യത്തിലുള്ള ഈ വിടവ് വരും കാലങ്ങളിലും തുടർന്നു പോകുമെന്നതിനാൽ സ്ത്രീ വയോജനങ്ങളുടെ സംരക്ഷണം പ്രത്യേക ഊന്നൽ നൽകിയേ തീരൂ. നമ്മുടെ വീട്ടകങ്ങളിലെ വന്ധ്യവയോധികരെ അങ്ങനെയെങ്കിലും പരിഗണിക്കണ്ടേ? ഈ പട്ടിക പ്രകാരം കേരളത്തിലെ വയോജന ജനസംഖ്യയുടെ കണക്ക് വിലയിരുത്തിയാൽ വരും ദശകങ്ങളിൽ വൻതോതിലുള്ള വർധനവാണ് ഉണ്ടാകുക. ഉദാഹരണമായി 2011 സെൻസസ് കണക്കുകൾ പ്രകാരം 60 വയസ്സിന് മുകളിൽ 42 ലക്ഷം, അതായത് 12.6% ആളുകൾ ഉണ്ടായിരുന്നത് ഈ നൂറ്റാണ്ടിന്റെ മധ്യത്തോടെ 108.6 ലക്ഷമായി ഉയരുമെന്ന് അനുമാനിക്കുന്നു. അതായത് 30.6%. ചുരുക്കത്തിൽ 4 ദശാബ്ദത്തിനുള്ളിൽ വയോധികരുടെ എണ്ണം 150%-ലധികം വർദ്ധിക്കും. വന്ധ്യവയോധികർ സമാന കാലയളവിൽ 320% വർധനവാണ് രേഖപ്പെടുത്തുവാൻ പോകുന്നത്. അതായത് 5.4 ലക്ഷത്തിൽ നിന്ന് 22.7 ലക്ഷത്തിലേക്കാണ് ഈ കുതിപ്പ്. അതേസമയം സംസ്ഥാനത്തെ ആകെ ജനസംഖ്യാ വളർച്ച ഈ കാലഘട്ടത്തിൽ 7%-ൽ താഴെയായിരിക്കും. 3.34 കോടിയിൽ നിന്ന് 3.55 കോടിയിലേക്കാണ് ഈ വർധന. ഈ സമയത്ത് ആശ്രിതർ ആരാണ് എന്നത് കൂടെ വ്യക്തമാക്കാം. തൊഴിലെടുക്കുന്ന 100 പേർ തണലാകേണ്ടവരാണ് ആശ്രിതർ എന്ന് വിവക്ഷിക്കുന്നത് എന്ന് നമുക്കറിയാമല്ലോ. സംസ്ഥാനത്തെ ആകെ ആശ്രിത നിരക്ക് 2011 56-ൽ നിന്ന് 2051 ആകുമ്പോഴേക്കും 77-ലേക്ക് കുതിച്ചുയരുമെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. യുവജനങ്ങളുടെ വിദേശങ്ങളിലേക്കുള്ള ഒഴുക്ക് ആശ്രിതത്വത്തിലെ നിർണായക ഘടകമാണ്. മാത്രമല്ല 2041 ശേഷം സംസ്ഥാനം ജനസംഖ്യാ പരിവർത്തനത്തിന്റെ ഏറ്റവും ഉയർന്ന ഘട്ടമായ നെഗറ്റീവ് ജനസംഖ്യാ വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തും. അതായത് ജനസംഖ്യ കൂടാത്ത അവസ്ഥ വന്നുചേരും. ഇത്തരത്തിൽ കേരള ജനതയുടെ ആശ്രിത നിരക്കുകൾ വർദ്ധിക്കുന്നതും വയോജന സമൂഹമായി കാലാന്തരത്തിൽ രൂപാന്തരപ്പെടുന്നതും സംസ്ഥാനത്തിന്റെ ഉൽപാദന, സേവന, വിതരണ, സാമൂഹിക സുരക്ഷാ മേഖലകളിൽ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾക്ക് അരങ്ങൊരുക്കുമെന്ന് പഠനത്തിന് നേതൃത്വം നൽകിയ തിരുവനന്തപുരം IIMD-യിലെ സീനിയർ വിസിറ്റിംഗ് റിസർച്ച് ഫെല്ലോ ഡോക്ടർ ജെ രത്നകുമാർ അഭിപ്രായപ്പെടുന്നു. ജനസംഖ്യാ പരിവർത്തനത്തോട് കൂട്ടിച്ചേർക്കേണ്ടതാണ് നമ്മുടെ സംസ്ഥാനത്തെ ദ്രുതഗതിയിലുള്ള നഗരവൽക്കരണം. കഴിഞ്ഞ സെൻസസിൽ 47.7% നഗര ജനസംഖ്യ ഏകദേശം ഇരട്ടിയായി വർദ്ധിച്ച് 2051 91.1% എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ഗ്രാമ-നഗര അന്തരം പൂർണ്ണമായും അപ്രത്യക്ഷമാക്കുന്ന സാഹചര്യമാണ് സൃഷ്ടിക്കുക. കേരള സംസ്ഥാനത്തിന്റെ ബജറ്റ് രേഖകൾ പ്രകാരം
2036 എത്തുമ്പോഴേക്കും ജനസംഖ്യയുടെ 22.8% മുതിർന്ന പൗരരായിരിക്കുമെന്ന് കരുതപ്പെടുന്നു. പുതിയ ജനസംഖ്യാ പഠന പ്രവചന കണക്കുകളേക്കാൾ 0.6% പോയിന്റ് കുറവാണിത്. കോവിഡിന്റെ പ്രതിഫലനവും കുടിയേറ്റമടക്കമുള്ള പ്രവണതകളും പുതിയ ജനസംഖ്യാ പ്രവചന കണക്കുകളിൽ ഉൾപ്പെട്ടതാകാം ഇതിനുള്ള കാരണം. ബജറ്റിലൂടെ സംസ്ഥാനത്തെ 75%-ലധികം മുതിർന്ന പൗരരെയും ദാരിദ്ര്യരേഖയ്ക്ക് മുകളിൽ നിർത്താൻ സാധിക്കുമെന്ന് ബജറ്റ് കരുതുന്നു. കേരള സംസ്ഥാനത്തിന്റെ ബജറ്റ് രേഖകൾ പ്രകാരം 2036 എത്തുമ്പോഴേക്കും ജനസംഖ്യയുടെ 22.8% മുതിർന്ന പൗരരായിരിക്കുമെന്നാണ് വിലയിരുത്തൽ. പുതിയ ജനസംഖ്യാ പഠന പ്രവചന കണക്കുകളേക്കാൾ 0.6% പോയിന്റ് കുറവാണിത്. കോവിഡിന്റെ പ്രതിഫലനവും കുടിയേറ്റമടക്കമുള്ള പ്രവണതകളും പുതിയ ജനസംഖ്യാ പ്രവചന കണക്കുകളിൽ ഉൾപ്പെട്ടതാകാം ഇതിനുള്ള കാരണം. മുതിർന്ന പൗരരുടെ അനുഭവ സമ്പത്ത് സംസ്ഥാനത്തിന്റെ ഉൽപാദനക്ഷമതയ്ക്കായി പ്രയോജനപ്പെടുത്തുന്ന സിൽവർ എക്കണോമി എന്ന കാഴ്ചപ്പാട് ഇത്തവണത്തെ ബജറ്റിന്റെ സുപ്രധാന വിശേഷതയാണ്. 2026-27 കേരളത്തിലെ വയോജന ബജറ്റിലെ പദ്ധതി ഇതര വിഹിതമായ 44,894.80 കോടി രൂപ മുതിർന്ന പൗരരുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്ന വ്യത്യസ്ത പദ്ധതികൾക്കാണ് നീക്കിവെച്ചിട്ടുള്ളത്. ജനസംഖ്യാ പ്രവചന കണക്കുകൾ പ്രകാരം 2026 സംസ്ഥാനത്ത് 60 വയസ്സിന് മുകളിലുള്ള ജനങ്ങളുടെ എണ്ണം 66.4 ലക്ഷമാണ്. സർവീസ് പെൻഷനുകൾക്കായി ബജറ്റിന്റെ സിംഹഭാഗമായ 31,454 കോടി നീക്കിവെക്കുമ്പോൾ 11,591.33 കോടി രൂപയാണ് സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന വയോധികർക്ക് മരുന്നിനായും ഭക്ഷണത്തിനായും മാറ്റിവെച്ചിരിക്കുന്നത്. ഏകദേശം 1,820 കോടി രൂപ വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കും കലാകാരന്മാർക്കുമായി വിതരണം ചെയ്യാനായി നീക്കിവെച്ചിരിക്കുന്നു. വയോധികർക്കായി 50 കോടി രൂപ ചെലവിൽ നടപ്പിലാക്കുന്ന ന്യൂമോകോക്കൽ വാക്സിനേഷൻ പദ്ധതി രോഗപ്രതിരോധ രംഗത്തെ നിർണായകമായ ചുവടുവയ്പ്പാണ്. വാർദ്ധക്യകാലത്തെ ഒറ്റപ്പെടൽ ഒഴിവാക്കാനും മാനസിക ശാരീരിക പിന്തുണ ഉറപ്പാക്കാനും കെയർ എക്കണോമി എന്ന ആശയത്തിലൂന്നിയ വികേന്ദ്രീകൃത പരിചരണ സംവിധാനങ്ങൾക്ക് ബജറ്റ് ഊന്നൽ നൽകുന്നു. അങ്ങനെ നിരവധി പദ്ധതികൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രായമായി എന്നതുകൊണ്ട് സമൂഹത്തിൽ നിന്ന് ഒരാളെ ഒറ്റപ്പെടുത്താനോ അവഗണിക്കപ്പെടാനോ പാടില്ല. ഓരോ വർഷവും വയോജനങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയാണ് എന്ന സത്യം വിസ്മരിച്ചുകൂടാ. 2025 ഏപ്രിൽ 25 വയോജനങ്ങളുടെ ക്ഷേമത്തിനും സംരക്ഷണത്തിനുമായി സംസ്ഥാന നിയമസഭ വയോജന കമ്മീഷൻ നിയമം കൊണ്ടുവന്നിരുന്നു. അതിന്റെ പ്രവർത്തനങ്ങൾ സജീവമാണ്. അതിനു പുറമെയാണ് ഇപ്പോൾ ബജറ്റിൽ പ്രഖ്യാപിച്ച വിവിധ പദ്ധതികൾ. ഇനി വീട്ടകങ്ങളിലെ കരുതലാണ് വേണ്ടത്. 58-ാം വയസ്സിലും 60-ാം വയസ്സിലും വിരമിക്കുന്ന ചുറുചുറുക്കുള്ള അനുഭവജ്ഞാനമുള്ള വയോധികരുടെ കർമ്മശേഷി ഇനിയും പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. മാനസികമായി പിന്തുണ നൽകിയാൽ ഇനിയും ഒരു ബാല്യം ഇവരിൽ ഏറെ പേർക്കുമുണ്ട്. എങ്കിലും ആരോഗ്യം, സാമ്പത്തികം, തൊഴിൽ മേഖലകളിൽ സാമൂഹികമായ പിന്തുണയും വയോജന കൂട്ടത്തിന് ആവശ്യമാണ്.